ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിട്ടോ. കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇന്ന് അടിപൊളിയായിട്ട് നമ്മളെ റേഷൻ കടയിലെ ചോറ് വെക്കണ അരി കൊണ്ട് ഉണ്ടാക്കണ ഒരപ്പാണ് ഇട്ടത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണം നോക്കി. അതിനായിട്ടത് ഞാൻ 2 കപ്പ് നമ്മൾ ചോറ് വെക്കണ വെള്ള അരി ഉണ്ടല്ലോ, അതായിട്ട് എടുത്തുക്കണം. നമ്മളെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന വേവില്ലാത്ത അരി. അപ്പോൾ അത് നമ്മൾ രാത്രിയിലാണ് ഇത് വെള്ളത്തിലിട്ടേക്കണത്. അപ്പോൾ 2 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അളവിനനുസരിച്ചിട്ട് കൂട്ടും കുറക്കും ഒക്കെ ചെയ്യട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒരു 4 കപ്പോളം വെള്ളം ഒഴിച്ച് വെക്കണം. അപ്പോൾ കുതിർത്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ അരച്ചെടുക്കാൻ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അത് വൈകുന്നേരമൊക്കെ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ രാവിലെ വെള്ളത്തിലിട്ടുകാണ്ട് നമ്മൾ അരച്ചെടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് 2 മണിക്കൂർ കൊണ്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളം ഒന്നുകൊണ്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ എളുപ്പം കുതിർന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ആദ്യമൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ടിട്ടുണ്ട്. കഴുകി എടുത്തുകൊണ്ടായിരുന്നു പിന്നെ ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിരുന്നത്. വീണ്ടും ഞാനത് രാവിലെ നന്നായിട്ട് കഴുകിയിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ എന്നിട്ട് ഊറ്റി കളഞ്ഞിട്ട് ഇത് മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ വലിയ ജാറിലാണെങ്കിൽ എല്ലാതും കൂടി ഇട്ട് അപ്പോൾ ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് അത് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ അരി വെച്ചിട്ട് കടി ഉണ്ടാക്കിയാൽ നല്ലൊരു രുചി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം, ഒരു 1/4 ടീസ്പൂണിൻ്റെ കുറച്ച് മുകളിലായിട്ട് വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ 1/2 കപ്പ് തേങ്ങ കേട്ടോ. അപ്പോൾ 1/2 കപ്പ് തേങ്ങ എന്ന് പറഞ്ഞാൽ ഞാൻ ചിരകി എടുക്കുന്ന സമയത്ത് ഇത് അടർന്നിട്ടൊക്കെ പോകുന്നതുണ്ടായിരുന്നില്ല. ഞാൻ കഷ്ണം മുറിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അരച്ചെടുക്കാൻ അത് കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കളറ് മാറിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ജീരകം ഇതൊക്കെ ചേർക്കണതല്ല. അപ്പോൾ തേങ്ങൻ്റെ അടിയൊക്കെ പെട്ടിച്ചിട്ട് കുഴപ്പമില്ല. അപ്പോൾ ഇതിലേക്ക് വേണ്ട വെള്ളം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ 1 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ അരി എത്രയാണോ മിക്സിക്ക് ഇടുന്നത് അതിനനുസരിച്ചുള്ള വെള്ളം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അളവൊന്നും പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഈ അരിപ്പൊടി ഇട്ടെടുത്തിട്ടാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മളിത് പാക്കറ്റ് അരിപ്പൊടിയാണ് ഇട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇവിടെ അരിപ്പൊടി വന്നത് ഒരു കപ്പോളം അരിപ്പൊടി കേട്ടോ അത് എനിക്ക് വേണ്ടത് വന്നത്. അപ്പോൾ നമുക്ക് വെള്ളം എത്രയാണോ ചേർക്കണതിനനുസരിച്ച് അരിപ്പൊടി ഇട്ടെടുത്തിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ അളവ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ചപ്പാത്തിക്കും ഇതിക്കൊക്കെ കുഴച്ചെടുക്കില്ല, അതിനെക്കാട്ടിയും കുറച്ചൊന്ന് ലൂസായിട്ട് മാത്രം മതി. അപ്പോൾ അതുവരെ നമുക്ക് ഈ പൊടി ഇട്ടുകൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അരിയൊക്കെ എടുത്തിട്ട് അരക്കണതും വെള്ളത്തിൻ്റെ അളവിനനുസരിച്ചിട്ടാണ് ഈ പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. ഈ പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് അരച്ചെടുക്കുന്ന സമയത്ത് പിന്നെ ഇതിലേക്കുള്ള വേണ്ട ഉപ്പും കൂടി ഇട്ട് കൊടുക്കട്ടെ. ഈ പൊടി ഇട്ട് കൊടുക്കുമ്പോൾ അപ്പോൾ നമുക്ക് ഉപ്പ് പാകമായി കിട്ടണമെങ്കിൽ അരി അരക്കണ സമയത്ത് ഉപ്പൊന്നും കൂടി പാകത്തിന് ഇട്ട് കൊടുത്താൽ മാത്രം മതി. പിന്നെ ഇതിലേക്ക് ഉള്ളിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ ജീരകം മാത്രം 2 ജീരകം മാത്രമായിട്ട് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ റേഷൻ അരി ഉണ്ടല്ലോ, ഈ ചോറ് വെക്കാതെ ചിലവർക്കൊന്നും ഇത് പറ്റില്ല. അപ്പോൾ ഇത് അരച്ചിങ്ങാണ്ട് ഇതിലേക്ക് ജീരകവും ഉള്ളിയൊക്കെ ചേർത്ത് അരച്ചെടുത്തുങ്ങാണ്ട് മാവാക്കിയിട്ട് നമുക്ക് അട ഉണ്ടാക്കിയാലും എന്ത് കടി ഉണ്ടാക്കിയാലും നല്ല രസം തന്നെയാണ് കേട്ടോ ഈ അരി. അപ്പോൾ ഈ അരി അതുപോലെ പൊടിപ്പിച്ചിട്ട് പുട്ടുണ്ടാക്കിയാലൊക്കെ രുചി തന്നെയാണ്. അപ്പോൾ ചോറ് വെക്കാതെ എടുക്കാത്ത ആൾക്കാർക്കൊക്കെ ഇതുപോലൊക്കെ ചെയ്താൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഇങ്ങോട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കിയിട്ട് തന്നെ ഒന്ന് ഇങ്ങോട്ട് കുഴച്ചെടുത്താൽ മാത്രം മതി. കൂടുതൽ ബലം കൊടുത്തിട്ടൊന്നും കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചിൻ്റെ എടുത്തിട്ട് ഒരു ബോളാക്കിയിട്ട് നമുക്ക് ഇതുപോലെ കൈ വെച്ച് കണ്ടൊന്നും കണ്ട് പരത്തി കൊടുക്കട്ടെ. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അമർത്തണില്ല എന്നുണ്ടെങ്കിൽ പരത്തി കൊടുക്കുക. പ്രസ്സും അമർത്താൻ പറ്റില്ല കേട്ടോ. പ്രസ്സും അമർത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ കഷ്ണം മുറിഞ്ഞിങ്ങാണ്ടൊക്കെ ഒട്ടി പിടിച്ചിട്ട് പോരും. അപ്പോൾ മാവ് ഇങ്ങനെ സോഫ്റ്റ് അല്ല. അപ്പോൾ ഇതുപോലെ സോഫ്റ്റാണ് വേണ്ടത്. അപ്പോൾ കുറച്ച് ടൈറ്റായിട്ട് ഇരിക്കരുത് കേട്ടോ, ഇതുപോലെ വേണം. അപ്പം ഇനി ഞാൻ ഇങ്ങനെയായിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നമ്മൾ ഓയിൽ ഒഴിച്ചിട്ടുള്ള കവർ ഉണ്ടാവുമല്ലോ, അത് നമുക്ക് അത്ര വെച്ചുകാണ്ട് ഇതുപോലെ വെട്ടിയെടുത്തുകാണ്ട് കഷ്ണാക്കി എടുക്കട്ടോ. അപ്പോൾ ഇതിങ്ങനെ മാവ് ഇതുപോലെ എടുത്തുകാണ്ട് ഓരോ ബോളാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലൊരു പ്ലേറ്റ് വെച്ചുകാണ്ട് ഒന്നും കണ്ട് അമർത്തി കൊടുക്കുക. അപ്പോൾ നല്ല ഷാറായിട്ട് തന്നെ കിട്ടും, നല്ല റൗണ്ടായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നല്ല പ്രസ് ചെയ്യാതെ ചെറുതായിട്ടൊന്നും അമർത്തിയിട്ടുള്ളൂ കേട്ടോ. നല്ല കനം കുറഞ്ഞുകൊണ്ട് പരത്തിയെടുക്കരുത്, വല്ലാതെ കനം കുറയും ചെയ്യരുത്, നല്ല കട്ടി പാടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമൊന്ന് പതുക്കെ അമർത്തി വീണ്ടും ഒന്നും കൂടി ജസ്റ്റ് ഒന്നും കണ്ടാക്കി കൊടുത്തിട്ട് വല്ലാതെ കണ്ട് അമർന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ടാണ് പരന്ന് പോവും. അപ്പോൾ നമ്മൾ അപ്പം റെഡി ആയി കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് ചൂടായ എണ്ണയ്ക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം ഇട്ട് കൊടുത്തപ്പോൾ എണ്ണ അധികം ചൂടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഉണ്ട് പൊങ്ങിയിട്ട് വന്ന്.
അപ്പോൾ ഇതോ കണ്ടില്ലേ, അടിപൊളിയായിട്ട് തന്നെ കിട്ടും. ഇത് കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. ഇതിലേക്ക് കറിയോ ഒന്നുമില്ലാതെ തന്നെ ചൂടോട് കൂടി ഇതിങ്ങനെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ ഇത് ഞാൻ ചുട്ടെടുക്കുന്ന സമയത്ത് തന്നെ കുട്ടികളൊക്കെ കഴിച്ചിരുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ട് കേട്ടോ. അപ്പോൾ ഞാനിത് അരിപ്പൊടി വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കലുണ്ട്. അപ്പോൾ റേഷനരി വെച്ചിട്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുപോലെ ഉണ്ടാക്കി നോക്കിയാണ്. പിന്നെ അതുപോലെ പച്ചരി അരച്ചുകാണ്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ അതിക്ക് ജീരകവും ഉള്ളിയും തേങ്ങയൊക്കെ കൂടെ അങ്ങോട്ട് ഒതുക്കിക്കാണ്ട് ഇട്ട് കൊടുത്തിട്ട് വാട്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കട്ടെ. അപ്പോൾ ഇത് റേഷനരി കൊണ്ട് ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നല്ല സൂപ്പറാണ്. അപ്പോൾ ഇതോ നല്ല കളറൊക്കെ പാകമാക്കിയിട്ട് കണ്ട് ചുട്ടെടുക്കാൻ നല്ല രസമായിട്ട് ഇത് കാണാൻ തന്നെ. അപ്പോൾ ഇത് വല്ലാതെ കണ്ട് തിളച്ച് മരമൊന്നും വേണ്ട, എണ്ണ അത്യാവശ്യം ചൂടായാൽ മാത്രം മതി. അപ്പോൾ രണ്ട് ഭാഗവും നന്നായിട്ട് കണ്ട് വെന്ത് ഇതായി വരുന്ന സമയത്ത് എടുത്താൽ മാത്രം മതിട്ട്. അപ്പോൾ ഒരു ഭാഗം കണ്ട് അതിൻ്റെ ശേഷം ഒരു മിനിറ്റ് നേരം കൂടി തീയൊന്ന് കുറച്ചിങ്ങാണ്ട് ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ മുകൾക്ക് ഇതുപോലെ ഇങ്ങനെ എണ്ണാക്കി കൊടുക്കുക. പിന്നെ ഇത് അരച്ചെടുക്കുന്ന സമയത്ത് ചെറിയൊരു തരിയോട് കൂടിയിട്ടാണ് അരച്ചെടുക്കാൻ, നമ്മൾ അരി ഫസ്റ്റ് അരച്ചെടുക്കുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് ഈ അപ്പത്തിന് നല്ല ചാറാവും. നല്ല കണ്ട് നൈസാക്കിയിട്ടൊന്നും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ കറണ്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാ നമ്മളെല്ലാം ഇതുപോലെ തന്നെ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഈസിയാണ്, നമുക്ക് പ്ലേറ്റ് വെച്ച് കണ്ടൊന്നും കണ്ട് അമർത്തി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രസ്സും അമർത്താൻ പറ്റില്ല. പ്രസ്സും അമർത്തിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ട് ഒട്ടിപ്പിടിക്കൊന്നും കല കൈ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് പരത്തി കൊടുത്താൽ മതി, എണ്ണ എന്തെങ്കിലും തടവിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ പ്ലേറ്റിൽ പ്ലേറ്റ് വെച്ച് കണ്ട് കണ്ട് അമർത്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഉഷാറായിട്ട് തന്നെ കിട്ടും. അപ്പം ഞാനത് പൊരിച്ചെടുക്കുന്നത് വെളിച്ചെണ്ണയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിക്കാൻ നല്ല നല്ല രുചി തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഈ റേഷനരി ആകുമ്പോൾ കഴിക്കാൻ അടിപൊളി തന്നെയാണ്. അപ്പോൾ അത് ഇട്ടെടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ടാവണം. പിന്നെ തീയൊന്ന് ചെറുതായിട്ടൊന്ന് കുറച്ചേക്കണം, പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇതുപോലെ കളറാക്കിയെടുത്താൽ മാത്രം മതി, വല്ലാതെ കണ്ട് കരിഞ്ഞു പോവാതെ. അപ്പോൾ എല്ലാതും ഞാനിതിവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഒരു വിധമൊക്കെ കഴിച്ചിരിക്കണം കേട്ടോ. ഫസ്റ്റ് ഇതൊക്കെ കുട്ടികളൊക്കെ കഴിച്ചിരിക്കണം. അപ്പോൾ ഞാനിതേക്ക് പിന്നെ മുട്ട റോസ്റ്റും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ഗ്രേവി ആണെങ്കിലും എന്താണെങ്കിലും നല്ല രസം തന്നെ കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കാം. അവ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ എന്നും ഇങ്ങനെ അപ്പങ്ങളും പല കടികളൊക്കെ ആകുമ്പോൾ ഇടയ്ക്കൊന്നും നിന്നാലും ഇത് എണ്ണ ഒന്നും കുടിക്കുന്നില്ല കേട്ടോ. നമ്മൾ ഒഴിച്ചിട്ടുള്ള എണ്ണ കൂടുതലൊന്നും ചിലവായിട്ടില്ല. അപ്പോൾ ബാക്കിയൊക്കെ ചട്ടി തന്നെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ ചൂടോട് കൂടിയിട്ട് തന്നെ ഉച്ചക്കത്തെ പരിപാടിയൊക്കെ ഇത് തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ എണ്ണയിൽ തന്നെ പെട്ടെന്ന് അങ്ങനെ നമ്മൾ എന്ത് എണ്ണയിൽ പൊരിച്ചെടുക്കുകയാണെങ്കിലും എളുപ്പം അതിൽ തന്നെ ഓരോന്നാണ്ട് ചെയ്തെടുത്താൽ അന്നത്തെ എണ്ണ അങ്ങനെയാണ്ട് ചിലവാക്കട്ടെ. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചുകൊണ്ട് ചെറിയ ചട്ടി നോക്കിയിട്ട് ഇതുപോലെ പൊരിച്ചെടുക്കുക. നമ്മൾ കൂടുതൽ എണ്ണ ഒക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ എണ്ണ ചൂടായിട്ട് ബാക്കിയായിട്ട് ഒഴിവാക്കണ്ട. അപ്പോൾ നമ്മൾ വീണ്ടും ചൂടാക്കുന്നത് നല്ലതല്ല എന്നൊക്കെ പറയട്ടെ. പക്ഷെ നമുക്ക് ഇല്ലാത്തവർക്ക് അത് നല്ലൊരു വിഷമമാണ് ഒഴിവാക്കണ കാര്യം. അപ്പോൾ ഞാൻ ചെയ്യണത് ഇങ്ങനെ കേട്ടോ, കുറച്ച് എണ്ണ ഒഴിച്ചുകൊണ്ട് ഇതുപോലെ ഇങ്ങോട്ട് പൊരിച്ചെടുക്കും. അപ്പോൾ ചെറുതാക്കി പൊരിച്ചെടുക്കുമ്പോൾ കുഴപ്പമില്ലേനും. പിന്നെ അന്നത്തെ ഉപയോഗങ്ങളൊക്കെ ആ ചൂടുള്ള എണ്ണയിൽ തന്നെയാണ്ട് ചെയ്തെടുക്കും ചെയ്യും. അമ്മയും പൊരിക്കലും എല്ലേതും ഉണ്ട് റെഡിയാക്കി വെച്ചിട്ട് അപ്പം തന്നെയാണ്ട് ചെയ്യും. അങ്ങനെയൊക്കെ ആവണതും ശ്രദ്ധിക്കട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു മുട്ട റോസ്റ്റും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും കൂടി കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണെങ്കിൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ, കാരണം പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാതെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.